കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് രാത്രിയിലും ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് തന്ന സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് അതിൻ്റെ ഒടുവിലത്തെ ഭാഗം ചിന്തിപ്പാനിടയായി. പൗലോസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയാണ് നമുക്ക് അതിൻ്റെ ഒടുവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ യാത്രയിൽ പൗലോസ് ഏറ്റവും അധികം സമയം ചിലവഴിച്ച ഒരു സ്ഥലത്ത് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്ന ഒരു ചരിത്രമാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എഫെസോസ് എന്ന് പറയുന്ന പട്ടണം എല്ലാം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. അർത്തമീസ് ദേവിയുടെ പ്രസിദ്ധമായ അക്കാലത്തെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നൊരു സ്ഥലം. ഏഷ്യയുടെ അല്ലെങ്കിൽ ഏഷ്യ മൈനറിൻ്റെ വാണിജ്യ തലസ്ഥാനമെന്നോ ഖജനാവെന്നോ ഒക്കെ പറയാവുന്ന ഏറ്റവും വിപുലമായൊരു പട്ടണമായിരുന്നു എഫെസോസ്. ആ എഫെസോസ് പട്ടണം തുറമുഖ പട്ടണമാണ്. അങ്ങനെ എല്ലാ നിലയിലും അറിയപ്പെടുന്ന ആ പട്ടണത്തിൽ പൗലോസ് വന്ന് 3 സംവത്സരത്തോളം ആ പട്ടണത്തിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ 19-ാം അധ്യായം. 21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് പൗലോസ് ചെറിയ ഒരു സമയത്തേക്ക് എഫെസോസിൽ വന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് യെരുശലേമിലേക്കുള്ള യാത്രാമധ്യയായിരുന്നതുകൊണ്ട് അവിടെ അധികം നാൾ താമസിക്കാതെ കുറച്ച് സമയം പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു എന്ന് നമുക്കതിൻ്റെ 19-ാം വാക്യത്തിൽ എഫെസോസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറച്ചു പേരോട് അന്ന് സംഭാഷിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കൂട്ടം ആളുകൾ മുമ്പോട്ട് വന്നതായിട്ടൊന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. നിശ്ചയമായിട്ടും കുറച്ചു പേര് അവിടെ ശിഷ്യന്മാരായി ഉണ്ടായിരുന്നിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് താൻ യാത്ര ചെയ്യുകയാണ്. താൻ കൊടുത്ത വാക്കനുസരിച്ച് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ ദൈവഹിതപ്രകാരം വീണ്ടും ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം വീണ്ടും എഫെസോസിലേക്ക് താൻ കടന്നു വരികയാണ്. 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ഈ വാക്യം വായിക്കുമ്പോൾ എഫെസോസിൽ വന്ന പശ്ചാത്തലമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ, ഉൾപ്രദേശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കരമാർഗം സഞ്ചരിച്ചതിനെ കുറിച്ചാണ് ഉൾപ്രദേശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണയായി പൗലോസിൻ്റെ യാത്രയിലൊക്കെ നമ്മൾ കാണുന്നത് തുറമുഖ നഗരങ്ങളിലൊക്കെ തുറമുഖങ്ങളിലേക്ക് ചെന്ന് കപ്പൽ കയറി പോകുന്ന യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉൾപ്രദേശങ്ങൾ എന്ന് എടുത്തു പറയാൻ കാരണം അത് കരമാർഗമുള്ള യാത്രയെ സൂചിപ്പിക്കാനാണ്. ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പോൾ അതിനു മുമ്പ് 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഒരു ചെറിയ സമയം അവിടെ പൗലോസ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചോ ആ സമയത്ത് ചിലർ രക്ഷിക്കപ്പെട്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും കുറച്ചു പേരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടാകണം എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഈ 19-ാം അധ്യായത്തിലെ വാക്യങ്ങളെക്കുറിച്ച് ധാരാളം ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച്, ഈ അധ്യായത്തെക്കുറിച്ച് പല ചിന്തകളുണ്ട്. പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ അധ്യായത്തെക്കുറിച്ചുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു കൂട്ടർ പറയുന്നത് ഈ പൗലോസ് ഈ യാത്രയിൽ ആദ്യമായി കാണുന്ന ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒരിക്കലും പൗലോസിന് പരിചയമുള്ളവരല്ല. അതുകൊണ്ടാണല്ലോ ആ ചോദ്യങ്ങൾ താഴോട്ട് നമ്മൾ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടു. അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണോ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണോ എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കങ്ങളുണ്ട്. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിക്കുന്നു. 2 പ്രധാന ചോദ്യമാണ് പൗലോസ് അവരെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഒന്ന്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു.
ഉടനെ പൗലോസ് രണ്ടാമത് അവരോട് ചോദിക്കുന്നു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. ഈ രണ്ട് മറുപടികളാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ മറുപടിയിൽ നിന്ന് തന്നെ വേദചിന്തകനായ ഒരു മൈക്കിൾ ഗ്രീൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത്, ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, മറിച്ച് യോഹന്നാന്റെ ശിഷ്യന്മാർ. യോഹന്നാൻ നമുക്കറിയാം മാനസാന്തര സ്നാനം പ്രസംഗിച്ച് ദൈവകോപത്തെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്നുള്ള സന്ദേശമായിരുന്നു. വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള ദൈവിക സന്ദേശമായിരുന്നു യോഹന്നാൻ്റെ സന്ദേശം പ്രധാനമായിട്ട്. അങ്ങനെ യോഹന്നാൻ അവരെ സ്നാനപ്പെടുത്തി, വന്നവരെയൊക്കെ സ്നാനപ്പെടുത്തി മാനസാന്തര സ്നാനമായിരുന്നുവെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സ്നാനം ഏതെന്ന് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ സ്നാനം എന്താണെന്ന് നമുക്കറിയാം, അത് മാനസാന്തര സ്നാനമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരോട് പറയുന്നു, അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ എൻ്റെ സ്നാനമാണ് അവർ ഏറ്റത് എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, യോഹന്നാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ മാനസാന്തര സ്നാനം ഏറ്റതിനു ശേഷം ആ യോഹന്നാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഈ ശിഷ്യന്മാരാരായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രാഥമിക ചോദ്യം. അതാണ്, ഇത് വാസ്തവത്തിൽ യേശുവിനെ പിൻപറ്റുന്നവരായിരുന്നോ അതോ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നോ? നല്ലൊരു കൂട്ടരും പറയുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, അവർ യേശുവിനെ അറിഞ്ഞവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിന് ശേഷമൊക്കെ ഏതാണ്ട് 10-20 വർഷം, ചിലർ 22 വർഷമെന്ന് പറയുന്നു, 22 വർഷത്തിന് ശേഷം നടക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ അത്രയും വലിയ ഒരു കാലയളവിലാണ് ഈ എഫസോസിൽ അപ്പോസ്തലനായ പൗലോസ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇവരെ കാണുമ്പോൾ അവരോട് ഈ വിവരം ചോദിക്കുകയാണ്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരാണെങ്കിൽ ഒരു കൂട്ടർ അതിനെക്കുറിച്ച് പറയുന്നു, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ അവർ അറിഞ്ഞിരിക്കണം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അതിനെ തുടർന്ന് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്തിൻ്റെ അനുഭവം, ഇതൊന്നും ഒരു പക്ഷേ ഇവർ അറിഞ്ഞിരുന്നില്ല എന്ന് ചിലരവരെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്തുണ്ടായ കാര്യങ്ങൾ മാത്രമായിരിക്കാം അവർ കേട്ടിട്ടുള്ളത് എന്ന് ചിലർ ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയും. എന്തായിരുന്നാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. വാസ്തവത്തിൽ യോഹന്നാൻ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് അവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ള അർത്ഥമല്ല, മറിച്ച് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ വെള്ളത്താലും ആത്മാവിനാലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, ഈ കൂടി വന്നവരിൽ നല്ലൊരു ഭാഗം യഹൂദന്മാരാണ്. അവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിലുടനീളം ആത്മാവിനെ കുറിച്ചുള്ള ധാരാളം പാസേജുകളുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് ഇവർ കേട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മ പ്രാപണം അവർക്കുണ്ടായി എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. അഥവാ വിശ്വാസത്തോടൊപ്പം തന്നെ അവർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന ആശയമാണ് എന്ന് ചിലർ പറയുന്നു. എന്ന് പല ചിന്തകളാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. എന്നാൽ നമ്മൾ ഈ ഭാഗത്തെ മനസ്സിലാക്കുമ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു കൂട്ടർ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊരാശയമാണ് പൗലോസ് ചോദിച്ചത് എന്ന് ചിലർ അതിനെക്കുറിച്ച് വാദിക്കുന്നു. എന്നാൽ വേർപെട്ട ദൈവമക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം നമ്മൾ ഒന്നുകൂടെ ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പൗലോസ് ഒരിക്കലും ഈ കൂട്ടരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല ഈ ചോദ്യമെന്ന് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാന്റെ ശിഷ്യന്മാരാണ് എന്ന് പൗലോസിന് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയേ ഇല്ല. അത് തന്നെയുമല്ല,
അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടർ പറയുന്നത്, ഈ ഒരു ചോദ്യം അന്ന് സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരെയും യോഹന്നാന്റെ ശിഷ്യന്മാരെയും തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ അതിന് മറുപടിയായി കൊടുക്കുന്നത്, ഒരു കൂട്ടരെ കാണുമ്പോൾ അവരോട് നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ, നിങ്ങൾ യോഹന്നാന്റെ ശിഷ്യനാണോ യേശുവിൻ്റെ ശിഷ്യനാണോ എന്ന് നേരിട്ട് ചോദിക്കുന്നതിന് പകരം വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നിങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ചോദിക്കണോ എന്നുള്ളതാണ് അതിൻ്റെ മറുപടിയായി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നു, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചിന്തകൾ ഈ വചനത്തെ സംബന്ധിച്ചുണ്ട്. നമുക്ക് ഈ 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭത്തൊട്ട് പഠിച്ചു വരുമ്പോൾ 4 പ്രധാന സംഭവങ്ങളാണ് പെന്തക്കോസ്തിനെ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തെ ഉറപ്പിക്കുന്ന 4 പ്രധാന സംഭവങ്ങളിലൊന്നാണ് ഈ 19-ാം അധ്യായം. പെന്തക്കോസ്ത് നാളിൽ നടന്ന സംഭവം, അതിനുശേഷം ശമരിയയിൽ നടന്ന സംഭവം, അതിനുശേഷം കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടന്ന സംഭവം, എഫെസോസിൽ നടന്ന ഈ സംഭവങ്ങളെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മ സ്നാനവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു ദൈവവേദൽ വിശ്വസിച്ച് കഴിയുമ്പോൾ വിശ്വാസത്താൽ അവനിൽ ദൈവത്തിൻ്റെ നീതീകരണം ഉണ്ടാകുന്നുണ്ട്. അവന് ദൈവസന്നിധിയിൽ നിന്ന് പാപമോചനം ലഭിക്കുന്നു, നീതീകരണം ഉണ്ടാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മകനായി മകളായി അവൻ അംഗീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ആത്മീയമായ ഒരു പദവി വിശ്വാസത്താൽ അവന് ലഭ്യമാകുന്നു. റോമലേഖനോട് ചേർത്ത് പഠിക്കുമ്പോൾ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ആ നീതീകരണം നമുക്ക് ലഭ്യമാകുന്നു. അതൊരു പദവിയാണ്. ദൈവം നമുക്ക് ആ നീതീകരണം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിത്തരികയാണ്. അപ്പോൾ ആ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഇതൊന്നും എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല. വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ആ നീതീകരണം ലഭിച്ചോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ അവനിൽ ആ നീതീകരണം ലഭിക്കുന്നുണ്ട്, അവനിൽ ആ പാപമോചനം കർത്താവ് നൽകുന്നുണ്ട്, അവനെ ദൈവമകനായി മകളായി കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. വിശ്വസിച്ചിട്ട് നീ ദൈവമകനായോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ആ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വിശ്വസിക്കുമ്പോൾ ഒരുവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പരിവർത്തിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം മൂലമാണ്, രഹസ്യമായി നമുക്ക് കാണുവാൻ കഴിയാത്ത നിലയിലാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത്. നമ്മൾ ദൈവവചനം ഒരാളോട് പറയുമ്പോൾ, സുവിശേഷം ഒരാളോട് അറിയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് കാണുവാൻ കഴിയാത്ത നില, അദൃശ്യമായ നിലയിൽ ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ പരിവർത്തിച്ചാണ് അവനെ എങ്ങനെ നയിക്കുന്നത്, വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് അവനെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നിശ്ചയമായിട്ടും വിശ്വാസത്തിൻ്റെ ആ പ്രാരംഭ പടിയിൽ തന്നെ ഒരുവനിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? പരിവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമതൊരു അനുഭവമായിട്ടാണ് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലുടനീളം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നിത്യാദി പദങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ അവിടെയെല്ലാം വിശ്വസിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ നീതീകരണ അനുഭവം വന്നതിന് ശേഷം, അഥവാ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ഒരാത്മീക അനുഭവമായിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാ നിറവ് അഥവാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാമധേയ ക്രിസ്തീയ സഭകളൊക്കെ അതിനെ ഒരു അനുഭവം എന്നതിനേക്കാൾ ഉപരിയായി ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പദവിയായി മാത്രം അതിനെ കാണുന്നു. നമുക്കറിയാം, നാമധേയ സഭകളിലും പരിശുദ്ധാത്മ സ്നാനം ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മൂറോൻ എന്ന് പറയുന്ന ഒരു തൈലം, അത് ഒരടയാളമായി വിശ്വസിച്ച് കഴിയുമ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മ വന്നു എന്നുള്ളതായ ഒരു അടയാളമായിട്ട് മൂറോൻ എന്ന് പറയുന്ന എണ്ണ അവർക്ക് തേൽക്കാറുണ്ട്. അപ്പോൾ അത് ഒരു സ്ഥാനമായി, ഒരു പദവിയായി മാത്രം അതിനെ കാണുമ്പോൾ, ദൈവമക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു പദവിയല്ല. പദവി നമുക്ക് ലഭിക്കുന്നത്, വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നത് ദൈവം നമുക്ക് തരുന്നതൊരു പദവിയാണെങ്കിൽ, ആത്മനിറവ് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഓരോ ദൈവവേദന ജീവിതത്തിൽ അനുഭവിക്കുന്ന, അനുഭവഭേദ്യമാകുന്ന, അല്ലെങ്കിൽ ദൃശ്യമായ അടയാളത്തോടുകൂടെ അത് പ്രാപിക്കുന്നവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന നിലയിൽ ദൃശ്യമായ അനുഭവത്തോടുകൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിവിടെ മാത്രമല്ല, പെന്തക്കോസ്ത് നാൾ തൊട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാണ് പിന്നെ മറ്റുള്ളവർ ഇതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറ്റൊരു വാദഗതി, ഇതെല്ലാം നാം ദൈവം പഠിക്കുന്നുണ്ട് മനസ്സിലാക്കിയിരിക്കുക. അവർ പറയുന്നത് അവരും ഈ ദൃശ്യമായ അനുഭവത്തെയും അവർക്കുണ്ടായ വ്യക്തിപരമായ അനുഭവത്തെ അവർ നിഷേധിക്കുന്നില്ല. അവർ അന്യഭാഷയിൽ സംസാരിച്ചതും പ്രവചിച്ചതും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അവരതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നത് അങ്ങനെ ഒരു ദൃശ്യമായ അനുഭവം അവിടെ ഉണ്ടായത് ഇവർ പ്രത്യേകമായ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെയുള്ളവരെ നമ്മൾ നോക്കിയാൽ അവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു എന്നാണല്ലോ അവർ വാദിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു കൂട്ടരെ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ശമരിയക്കാരായ ഒരു കൂട്ടർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, അപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ തന്നെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വിശ്വാസത്തിൽ വരുമ്പോൾ അവരെ മറ്റുള്ളവർക്ക് അംഗീകരിക്കത്തക്കവണ്ണം ഒരു പൊതുവായി ദൈവം അവരുടെ മേൽ പകർന്നൊരു പ്രത്യേക അനുഭവമായി മാത്രം അവരതിനെ കാണുന്നു. അതൊരിക്കലും പിന്നീട് ആവർത്തിക്കപ്പെട്ടില്ലെന്നും അത് മൊത്തത്തിലുള്ള അല്ലെങ്കിൽ സാർവദേശികമായി അത് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് അവർ വാദിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി അത് വ്യക്തിപരമായും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിലും അത് ഇന്ന ജാതിയെന്നോ ഇന്ന സമൂഹമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും കർത്താവ് ഇതിനെ പകരുന്നുവെന്നും ഇത് ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഇന്നും അത് നൽകിക്കൊണ്ട് ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അപ്പോൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ രണ്ടാമതുള്ള ഒരു അനുഭവമാണ്. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമാണ്. അത് ഈ എഫെസോസിലെ ശിഷ്യന്മാരെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നെങ്കിൽ പൗലോസിന് നേരിട്ട് അവരോട് ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാരാണോ എന്ന്. എന്നാൽ ഇവിടെ ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പൗലോസ് ഒരിക്കലും അവരെ മനസ്സിലാക്കിക്കൊണ്ടല്ല, അദ്ദേഹം കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അത് കഴിഞ്ഞ് അവർ പറയുമ്പോഴാണ് അറിയുന്നത് അവർ യോഹന്നാന്റെ സ്നാനമാണ് ഏറ്റത്, അല്ലെങ്കിൽ യോഹന്നാന്റെ ശിഷ്യന്മാരാണെന്ന് കർത്താവ് അല്ലെങ്കിൽ പൗലോസിന് മനസ്സിലാകുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് പൗലോസ് അവരോട് പങ്കുവെക്കുന്നു. കർത്താവിലുള്ള വിശ്വാസം അവർക്കുണ്ടാകുന്നു. നാം ചെയ്തതുപോലെ തന്നെ ആദ്യം കർത്താവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് നിശ്ചയമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാകണം. പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് വാഗ്ദത്തത്തെക്കുറിച്ച് പൗലോസ് അവരോട് പങ്കുവെച്ചിട്ടുണ്ടാകണം. നമ്മൾ സാധാരണയായി കാണുന്ന ആ ക്രമം അവരാദ്യം വിശ്വസിക്കുന്നു, പിന്നീട് സ്നാനമേൽക്കുന്നു, പിന്നീട് പൗലോസ് അവർക്ക് വേണ്ടി കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നു, ആത്മനിറവിലേക്ക് നയിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ക്രമം ഒന്ന് ചിന്തിച്ചാൽ ഏകദേശം 12 പേരാണ് അവരുണ്ടായിരുന്നത്. അവരാദ്യം വിശ്വസിക്കുന്നു, അതിനുശേഷം സ്നാനമേൽക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേൽക്കുന്നു, പിന്നീട് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്നു എന്ന ആ ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞു, ഞങ്ങളുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവരോട് പൗലോസിനോട് അവർ പറയുകയാണ്. ഉടനെ കർത്താവ് പൗലോസിനോട് ചോദിക്കുന്നു, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റു. അപ്പോൾ കർത്താവിൽ അവർക്ക് വിശ്വാസം വരികയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനമേൽക്കുകയും ചെയ്തു. പിന്നീട് പറഞ്ഞിരിക്കുന്ന പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ മറ്റുള്ള അവർക്ക് അനുഭവഭേദ്യമാകുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന നിലയിൽ ഉള്ള അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ആ പുരുഷന്മാരെല്ലാവരും കൂടി 12ഓളം ആയിരുന്നുവെന്ന് കൃത്യമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഈ വേദഭാഗത്തെ നമ്മൾ പ്രധാനമായും മറ്റ് 4 വേദഭാഗം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് പെന്തക്കോസ്ത് അനുഭവം പിന്നീട് ആവർത്തിക്കപ്പെട്ട ഒരു പ്രധാന സന്ദർഭം
ഈ 19-ാം അധ്യായമാണ്. അത് എഫെസോസിലെ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ പൗലോസ് ചെല്ലുമ്പോൾ ആദ്യമായി നടന്നത് അവിടെയുള്ള ശിഷ്യന്മാരായ ഒരു കൂട്ടരെ ഈ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് അവിടെ പൗലോസ് തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. സാധാരണയായി അവിടെ ചെല്ലുന്ന സന്ദർഭങ്ങളിലൊക്കെ പള്ളികളിൽ ചെന്ന് സുവിശേഷം, പിന്നെ നമ്മൾ കാണുന്നത് 8-ാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നു, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ എഫെസോസിലെ പ്രാരംഭമായ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് താൻ കണ്ടുമുട്ടിയ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ താൻ കണ്ടുമുട്ടിയ ചില ആളുകളോട് യേശുവിനെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ എന്ന ചോദ്യമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള 2-3 ഭാഗം കൂടെ അതിനോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ചിന്തയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ ഈ 4 വേദഭാഗം നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് 1-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:5 നമ്മളിങ്ങനെ വായിച്ചു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം എന്താണ്, അതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ വേദഭാഗങ്ങൾ കോർത്തിണക്കി നാം ഗ്രഹിച്ചിരിക്കുന്നത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ വിഷയം സംബന്ധമായി മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ സത്യം നമ്മൾ അനുഭവിക്കുന്നതായ ഈ പരിശുദ്ധാത്മാ സന്തോഷം അനുഭവം അത് അനേകർക്ക് അത് പകർന്നു കൊടുക്കത്തക്കവണ്ണം ദൈവം ഇന്നും വിശ്വസ്തനാണ്. എന്നാൽ ഇതറിയാൻ കഴിയാതെ പലരും നമുക്കറിയാം ഈ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇത് മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പ്രത്യേക യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമോ കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ള പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി മാത്രമോ ഉള്ളൊരു അനുഭവമല്ല, മറിച്ച് സകല ജാതികൾക്കും. നമ്മുടെ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അതിൻ്റെ അർത്ഥം എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും 2-3 വിഭാഗം ജനത്തെക്കുറിച്ചവിടെ പറയുന്നുണ്ട്. സകല ജഡം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പുത്രന്മാർ പുത്രിമാർ, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, വൃദ്ധന്മാർ പ്രായവ്യത്യാസമില്ലാതെ, ദാസന്മാർ, അന്ന് നമുക്കറിയാം അടിമത്തം നിലവിൽ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ദാസന്മാരെന്നോ യജമാനെന്നോ ഒന്നും വ്യത്യാസമില്ല. സമൂഹത്തിൻ്റെ ഏത് ക്ലാസ്സിലുള്ള ഏത് തട്ടിലുള്ള ആളുകളെ ആയിരുന്നാലും പരിശുദ്ധാത്മാവ് മാറ്റി നിർത്തുന്നില്ല. എല്ലാവരുടെ മേലും പകരപ്പെടുന്ന അന്ത്യകാലത്ത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ. അത് പത്രോസിന്റെ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ആ പരിശുദ്ധാത്മ സ്നാനം 2-ാം അധ്യായത്തിൽ അത് നിവൃത്തിയാകുകയാണ്. അവരതിനുവേണ്ടി കാത്തിരുന്നു. 2-ാം അധ്യായത്തിൽ അവരത് പ്രാപിക്കുന്നു. 2-ാം അധ്യായത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ച് തുടങ്ങി എന്ന് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആദ്യമായി പെന്തക്കോസ്തിന്റെ അനുഭവം അവരെ ഉണ്ടാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അവിടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ അക്ഷരികമായി ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടാകുന്നു, അത് വീട് മുഴുവനും നിറയ്ക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഈ 2 അനുഭവങ്ങൾ പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും പ്രവചിക്കുന്നതുമൊക്കെ പിന്നീടുള്ള സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നു. അതിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന മറുപടി, പെന്തക്കോസ്ത് നാളിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ ഒരുപക്ഷെ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്, അത് തനതായ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നിടത്തെല്ലാം മിക്ക ഭാഗങ്ങളിലും അന്യഭാഷ അടയാളത്തോടുകൂടെ തന്നെ പരിശുദ്ധാത്മ സ്നാനം അത് ആ അനുഭവം ഉണ്ടായവർക്ക് അത് ലഭ്യമായിരുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടുവന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെ
ദൈവവചനം കേട്ടവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിൽ വിശ്വസിച്ചവർക്ക് വേണ്ടി, ദൈവവചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അവിടെ വളരെ സ്പഷ്ടമാണ്. പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് രണ്ടാമതൊരു അനുഭവമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്നുവരെ അവരെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല എന്നവിടെ വ്യക്തമാണ്. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവം പകരുന്ന രണ്ടാമതൊരു അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മ നിറവ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. അങ്ങനെ 8-ാം അധ്യായത്തിലും ആ സംഭവം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിലും അതിൻ്റെ ഒരു സൂചന പൗലോസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ കർത്താവ് സന്ദർശിക്കുന്നു. ശൗലിൻ്റെ മാനസാന്തരമാണല്ലോ 9-ാം അധ്യായത്തിൽ. ആ 9-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും കൈവച്ച് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണ്? അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. അവിടെയും അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൈസരിയിൽ നടന്ന ആ സംഭവത്തോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 44-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. നോക്കുക, അപ്പോൾ അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ പൊതുവിലൊരു ദൃശ്യമായ അല്ലെങ്കിൽ കേൾക്കുവാൻ തക്കതായ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ദൈവത്തെ മഹത്വീകരിക്കുന്നത് കേൾക്കയാൽ. പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരെ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെയും പരിശുദ്ധാത്മ സ്നാനത്തോടൊപ്പം ദൃശ്യമായ അടയാളത്തോടുകൂടെ കർത്താവ് നമ്മുടെ മേൽ പകരുന്ന രണ്ടാമതൊരു അനുഭവമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ 19-ാം അധ്യായം. ഈ 4 അധ്യായങ്ങളൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ആ വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് എഫെസോസിൽ ആ ശിഷ്യന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. ആ ശിഷ്യന്മാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും അവർ അന്യഭാഷയിൽ സംസാരിക്കുക മാത്രമല്ല അവർ പ്രവചിക്കുകയും ചെയ്തതായിട്ട് ആ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ആദിമസഭയുടെ അനുഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സംഭവമായിട്ട് നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണല്ലോ നമുക്ക് സഭയുടെ ചരിത്രം, ആദിമസഭ എങ്ങനെയാണ് ഈ അനുഭവത്തെ കണ്ടിരുന്നതെന്നും മനസ്സിലാക്കിയിരുന്നതെന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന 4 പ്രധാന സംഭവങ്ങളാണ് ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ 19-ാം അധ്യായം. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ വിശ്വസിച്ച് കർത്താവിലേക്ക് വന്ന ദൈവമക്കൾ നിശ്ചയമായിട്ടും അത് പ്രാപിച്ചിരിക്കേണ്ടതായ ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ നിറവ്. അത് പ്രത്യക്ഷമായ അടയാളത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് താഴോട്ടുള്ള വേദഭാഗത്തിലേക്ക് വരുമ്പോൾ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നതാണ് നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും പൗലോസിൻ്റെ മിഷൻ സ്ട്രാറ്റജി, പൗലോസ് എങ്ങനെയാണ് ഈ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. സാധാരണയായി പൗലോസ് ചെയ്തു വരുന്നത് പോലെ യഹൂദന്മാരുടെ സിനഗോഗുകളിലാണ് തനിക്ക് പ്രസംഗിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് യഹൂദന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം അവരോട് അറിയിക്കുകയും അവരോട് സംവാദിച്ചും സമ്മതിപ്പിച്ചും. പൗലോസിൻ്റെ പ്രസംഗ രീതി അതായിരുന്നു. സംവാദം, ഡയലോഗ് അല്ലെങ്കിൽ ചോദ്യ ഉത്തര രീതികൾ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരുപക്ഷെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള പശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം, അല്ലെങ്കിൽ താനൊരു പരീക്ഷനായിരുന്നതുകൊണ്ട് ആ ഒരു സംവാദ രീതി തൻ്റെ പ്രസംഗ അല്ലെങ്കിൽ തൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയായിരുന്നു. മറ്റൊന്ന് സമ്മതിപ്പിക്കുക, അവരെ ആ നിലകളിൽ അവരെ ബോധ്യപ്പെടുത്തുവാൻ താൻ ശ്രമിക്കുന്നു. അങ്ങനെ 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ
അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ച് പോന്നു. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത്, അപ്പോൾ യഹൂദന്മാരോട് അവരുടെ പള്ളിയിൽ സിനഗോഗിൽ ചെന്ന് പ്രസംഗിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എതിർപ്പുണ്ടായി. സ്വാഭാവികമായിട്ടും അവർക്ക് മശിഹായെ അംഗീകരിക്കുവാൻ, യേശുവാണ് സാക്ഷാൽ മശിഹായ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പൗലോസ് അവരെ നയിക്കുവാൻ ശ്രമിച്ചു കാണും. എന്നാൽ അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാനോ യേശു തന്നെയാണ് കാൽവറി ക്രൂശിൽ മരിച്ച ആ കർത്താവ് തന്നെയാണ് മശിഹായ എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കുറച്ചു കഴിയുമ്പോൾ യഹൂദന്മാർ കഠിനപ്പെട്ട് പൗലോസിനെ എതിർക്കുവാനായിട്ട് തുടങ്ങി. അവനെ അനുസരിക്കാതെ മുമ്പാകി മാർഗത്തെ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആ പള്ളിയിൽ നിന്നുള്ള പ്രസംഗം മാറ്റിയിട്ട് തുറന്നോസിന്റെ പാഠശാല, അതൊരു പബ്ലിക് പ്ലേസ് ആണ്, അവിടേക്ക് പൗലോസ് തൻ്റെ പ്രസംഗം മാറ്റുകയാണ്, അല്ലെങ്കിൽ അവിടേക്ക് തൻ്റെ പരസ്യമായ ശുശ്രൂഷ മാറ്റുകയാണ്. അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി അവിടെ വരുന്ന ജനങ്ങളോട്, അവിടെ എല്ലാ കൂട്ടരും വരും. ഇവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ സ്വാഭാവികമായിട്ടും യഹൂദന്മാരായിരിക്കണമല്ലോ കൂടുതൽ ആളുകൾ, അവിടെ യഹൂദന്മാരാണ്. എന്നാൽ അവരോട് 3 മാസത്തോളം സംസാരിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ ഈ മാർഗത്തെ ദുഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പൗലോസ് എന്ത് ചെയ്യുകയാണ്? പബ്ലിക് പ്ലേസിൽ പോയി കർത്താവിനെ സാക്ഷിക്കാനായിട്ട് തുടങ്ങി. അത് 2 സംവത്സരത്തോളം നടക്കുക. നോക്കുക, 2 വർഷം. അപ്പോൾ അവിടെ എല്ലാം സമയക്കണക്ക് പറയുന്നുണ്ട്. 3 മാസം യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു, വീണ്ടും 2 സംവത്സരം, 2 വർഷം ഈ തുറന്നോസിന്റെ പാഠശാലയിൽ പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് യേശുവിനെ പൗലോസ് പ്രസംഗിക്കുകയാണ് എഫെസോസിൽ. ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ തുറന്നോസിന്റെ പാഠശാലയിൽ ഒരു നല്ല അവസരം തനിക്ക് ലഭിച്ചു. എല്ലാവരും ആസിയയിലെ ഒരു പ്രധാന സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്നത്. ഏഷ്യ മൈനറിലെ ഒരു പ്രധാന സ്ഥലമാണ്. പെർഗമോസ് എന്ന് പറയുന്ന പട്ടണമാണ് ശരിക്കും അതിൻ്റെ ക്യാപിറ്റലെങ്കിലും ഈ എഫെസോസ് ആണ് ശരിക്കും അതിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എഫെസോസിൽ ധാരാളം ജനങ്ങൾ പലയിടങ്ങളിൽ നിന്ന്, ഏഷ്യ മൈനറിൽ നിന്ന് അവിടെ വന്ന് പാർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടെ വരാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാർ യവനന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങളും ആസിയയിൽ ഈ 2 സംവത്സരത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ പൗലോസിന്റെ പ്രസംഗം കേട്ടു. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് എഴുതിയിരിക്കുന്ന ആ 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. അവിടെ സാധാരണ പൗലോസിന്റെ ശുശ്രൂഷയിൽ നടക്കുന്ന മറ്റൊരു കാര്യം കൂടെ അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണയായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മേയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ട് വന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആരംഭത്തിലേ ഓർപ്പിച്ചു. അന്ന് ഉണ്ടായിരുന്ന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു പ്രധാന അത്ഭുതമായിരുന്നു അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് എഫെസോസ്. അപ്പോൾ ധാരാളം ആ നിലയിലുള്ള ആരാധനകൾ, ആ രീതിയിലുള്ള സ്വാധീനങ്ങളുള്ള ഒരു ദേശമാണ്. ആ ദേശത്ത് സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ നമ്മൾ സുവിശേഷ പ്രസംഗങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആരംഭ സമയങ്ങളിലെല്ലാം ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യാറുണ്ട്? വചനത്തോടൊപ്പം അത്ഭുതങ്ങളെയും ചെയ്യാറുണ്ട്. പലപ്പോഴും ഇന്ന് അത്ഭുതങ്ങൾ എന്നുള്ളത് പല രീതിയിൽ മനുഷ്യർ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ കൂടെ അതിനെ കാണാതെ വരുമ്പോഴാണ്, ദൈവവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യർ തെറ്റിപ്പോകുന്നത്. കേവല അത്ഭുതങ്ങൾക്ക് വേണ്ടി, അടയാളങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു കൂടം ജനത്തെ നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? ദൈവവചനവുമായി അതിനെന്താണ് ബന്ധമുള്ളത്? എന്തിനാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ മറന്ന് കേവലം ഒരു അത്ഭുതത്തിനു വേണ്ടി മാത്രം ഒരു അത്ഭുതം കർത്താവ് ചെയ്തില്ല എന്ന് വേണം നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ. പ്രവൃത്തിയുടെ പുസ്തകത്തിലും അപ്പോസ്തലന്മാരുടെ ചരിത്രത്തിലും കേവലം ഒരു അത്ഭുതത്തിനു വേണ്ടി, ഒരു പേരിനു വേണ്ടിയോ ഒന്നും അവരത് ചെയ്തില്ല എന്ന് കാണുവാൻ കഴിയും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദേശത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. അത്രമാത്രം ജാതീയമായ സ്വാധീനമുള്ള നാനാഭാഗങ്ങളിൽ ജനങ്ങൾ തിങ്ങിക്കൂടി മറ്റൊരു നാമത്തെ ഉയർത്തുന്ന ഒരു പ്രദേശത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, ഇനി നമ്മൾ അതിൻ്റെ അടുത്ത 12-13 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ പല നിലയിലുള്ളതായ നമുക്കറിയാം മന്ത്രവാദങ്ങൾ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അന്ന് പ്രബലമായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി അവരുടെ നടുവിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് വചനത്തോടൊപ്പം തന്നെ
വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. നമ്മളതിനെ തനിയായി മാത്രം കാണുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യർ അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നാലെ ഓടുന്നത് കാണുമെങ്കിൽ. അപ്പം ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ, അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളൊന്നുമല്ല, അസാധാരണമായ വീര്യപ്രവൃത്തികൾ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ എഫെസോസിൽ കർത്താവ് ഇത് ചെയ്തു? എന്തുകൊണ്ട് എഫെസോസിൽ കർത്താവ് ഇങ്ങനെ ഒരു അത്ഭുതം പൗലോസ് മുഖാന്തരം ചെയ്തു? ആ ചോദ്യം അവിടെ പ്രസക്തമാണ്. മറ്റു പട്ടണങ്ങളെ അപേക്ഷിച്ച് ഈ പട്ടണത്തിൽ സുവിശേഷം ശക്തിയോടെ വ്യാപിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഈ അത്ഭുതങ്ങൾ അവിടെ നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായും ദൈവം തൻ്റെ ദാസന്മാരുടെ ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കൂ. അല്ലാതെ ഒരു വ്യക്തിയുടെ പേരിനോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമോ ഒന്നുമല്ല ഇവിടെ ഉണ്ടാകുന്നത്. അവിടുത്തെ പ്രാധാന്യം കർത്താവിൻ്റെ വചനത്തിനാണ്, സുവിശേഷത്തിനാണ്. മനുഷ്യനെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും നിത്യജീവനിലേക്ക് നയിക്കുന്ന സുവിശേഷമാണ് അവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആസിയയിലുള്ള എല്ലാവരും ഈ 2 സംവത്സരത്തോളം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇടയായി എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ ലൂക്കോസ് പറയുകയാണ്, ദൈവം പൗലോസ് മുഖാന്തരം എന്ത് ചെയ്തു? അസാധാരണമായ വീര്യപ്രവൃത്തികളെ. അപ്പോൾ ദൈവമാണത് ചെയ്യുന്നത്. അപ്പോൾ അത്ഭുതങ്ങളുടെ ആ രീതി എങ്ങനെയാണെന്ന് നോക്കി, ആ വാക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദൈവമാണത് ചെയ്യുന്നത്. ദൈവം എന്നാണ് ആദ്യത്തെ പദം. നോക്കിയ, ദൈവം പൗലോസ് മുഖാന്തരം. അപ്പം എന്നെയും നിങ്ങളെയും ദൈവം ഒരു മുഖാന്തരമായി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായും അങ്ങനെയുള്ള വ്യക്തികളുടെ പേരുകളൊക്കെ ഉയർത്തപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ജനത്തെ പല നിലകളിൽ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, ദൈവം ഒരാളെ ഉപയോഗിക്കുന്നു. അതിന് ദൈവത്തിന് ഇന്ന ആളെന്നൊന്നുമില്ല. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഏതൊരു വ്യക്തിയിലൂടെയും ദൈവം ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദൈവം പൗലോസ് മുഖാന്തരം, പൗലോസിനെ ഒരു മുഖാന്തരമായി ഉപയോഗിക്കുകയാണ്. അസാധാരണമായ വീര്യപ്രവൃത്തികൾ, സാധാരണമായ വീര്യപ്രവൃത്തികളല്ല, അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ. അതിൻ്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അസാധാരണമായ വീര്യപ്രവൃത്തികൾ എഫെസോസിൽ നടന്നിട്ടുണ്ട്. അതിലൊന്നവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇത് അസാധാരണമായൊരു കാര്യമാണ്. പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് അവിടെ എടുത്തെഴുതിയിരിക്കുന്നു, അവൻ്റെ മെയ്മേൽ നിന്ന്. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ദേശത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള തുണി ഇങ്ങനെ കൊണ്ടുവരുന്നു, ടവല് കൊണ്ടിടുന്നു. ചിലരതിനെ അനുകരിച്ച് ഇങ്ങനെ തുണികളിങ്ങനെ കീറി പ്രാർത്ഥനയ്ക്കിടയ്ക്ക് വിതരണം ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടന്നത് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. അവിടെ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗിയുടെ മേൽ. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതൊരു മീഡിയമായിട്ട്, ഇപ്പം നമ്മളൊരു രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളൊരു രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആ കൈവെക്കുന്നത് എന്തിനാണ്? ആ കയ്യിൽ എന്തെങ്കിലും ശക്തി ഉണ്ടായിട്ടല്ല. സൊള്ളിയ മീഡിയം, ഒരു ഉപാധിയായിട്ട്, ഒരു മുഖാന്തരമായി ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുള്ളൂ. ആ കൈക്കൊരു ശക്തിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഉത്തരീയത്തിനും റൂമാലിനും ഒന്നും ശക്തിയൊന്നുമില്ല. പക്ഷേ അതിനെ ദൈവം ഒരു മുഖാന്തരമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ നില തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും. അങ്ങനെ നമ്മുടെ ഇടയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പല ചരിത്രങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥിച്ച് ചില സാധനങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തുവാല കൊടുക്കുന്നു. അതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അതൊക്കെ തെറ്റായ നിലയിലാണ് നമ്മളങ്ങനെ ചിന്തിക്കുക. എന്നാൽ ശരിയായ അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ ദൈവം അതിനെ ഒരു മുഖാന്തരമായ ഒരു ഉപാധിയായി, ഒരു ചാനലായി ദൈവം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാം കൈവെക്കുമ്പോൾ ആ കരങ്ങളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമാണ്. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായി വരും. അതാണ് അതിൻ്റെ പ്രധാന വിഷയം. ദൈവം ചെയ്യുന്നു, നമ്മെ ഒരു മുഖാന്തരമായി വിട്ട് ഉപയോഗിക്കുന്നു. അതുമാത്രമേ അതിനകത്തുനിന്ന് ഉപദേശപരമായി നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ദൈവമക്കളായ നമ്മുടെ മേൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണി വേറെ ഒരാൾക്ക് കൊടുത്താൽ അത് കൊണ്ടിട്ടാൽ സൗഖ്യം വരുമെന്നോ അല്ലെങ്കിൽ മറ്റു നിലയിൽ ഒന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഉപാധി, ഒരു മുഖാന്തരത്തിലൂടെ ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ ദൈവം അതൊരു മുഖാന്തരമായി ഉപയോഗിച്ചു എന്ന് മാത്രം. എന്നാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ദൈവം ചെയ്തു. അപ്പോൾ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 1, അവൻ പള്ളിയിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. 2, തുറന്നോസിൻ്റെ പാഠശാലയിൽ 2 സംവത്സരത്തോളം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു.
അതിനെ തുടർന്നൊടുവിലായി നമ്മൾ കണ്ടത് ആ ദൈവവചനത്തോടൊപ്പം അസാധാരണമായ വീര്യപ്രവൃത്തികൾ പൗലോസ് മുഖാന്തരം ദൈവം അവരുടെ ചെയ്തത് നിമിത്തമായി ആസിയയിൽ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പരക്കുവാനിടയായി. ഏഷ്യാമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ ഈ എഫെസോസിൽ നടന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഒരു വിവരണമാണ് നമുക്ക് ഈ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസികൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ അനുഭവത്തെ ഏറ്റവും അധികം ഉറപ്പിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം. അനേകർ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് വേണ്ട നിലയിൽ അതിനെ ഗ്രഹിപ്പാൻ കഴിയാതെ നാമധേയ സഭകളൊക്കെ പല നിലകളിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അതിനെ കേവലം ഒരു സ്ഥാനമായി മാത്രം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു പദവിയായോ സ്ഥാനമായോ മാത്രം കരുതുമ്പോൾ അതിനെ വ്യക്തിപരമായ ഒരു അനുഭവമാണെന്നും അത് ഓരോ ദൈവവൈതലും വിശ്വസിച്ചതിന് ശേഷം അതേ നമുക്കുണ്ടാകുന്ന രണ്ടാമതൊരു അനുഭവമാണെന്നും കർത്താവ് നമുക്ക് ചെയ്ത അതിമഹത്തായൊരു വാഗ്ദത്തമാണെന്നുമുള്ള ആ അനുഭവത്തെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാസേജ്. നിശ്ചയമായിട്ടും ഈ അനുഭവത്തിനായി ദൈവം നമ്മെ ഒരുക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യുകയും അനേകരെ കർത്താവ് ഈ കാലയളവിനായി ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എഫെസോസിലെ സുവിശേഷ വേലയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനത്തെ ദൈവസന്നിധിയിൽ ഓർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗരന്മാരിലൊരാൾ പ്രാർത്ഥിച്ചോട്ടെ.